സുഹൃത്തുക്കളെ, ഞാൻ സാജു. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു പ്രത്യേക മരം കാണുവാനാണ്. ഇതുമൊരു കായ കണ്ടോ? ഇതെന്ത് മരമാണ്? ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഒരു വ്യത്യസ്തനായൊരു മരമാണ്. കണ്ട, അതിൻ്റെ കായ ഏകദേശം ഒരു തേങ്ങയോളം വലിപ്പമുണ്ട്. എന്നാൽ ചെറിയൊരു മരമാണ്. ഇതിൻ്റെ പേരാണ് സന്യാസി വൃക്ഷം അഥവാ കാലാബാഷ് ട്രീ. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സന്യാസിമാർ കമണ്ടലു എന്ന് പറയും. ഒരു പാത്രം, ഒരു ഭിക്ഷ അല്ലെങ്കിൽ ആഹാരം വെള്ളമൊക്കെ കൊണ്ടുപോകുന്ന ഒരു കൈപ്പിടിയോട് കൂടിയ ഒരു പാത്രം കണ്ടിട്ടുണ്ടായിരിക്കും എല്ലാവരും. അത് ഈ മരത്തിൻ്റെ ഈ കായയുടെ ഈ പുറന്തോടാണ്. പുറന്തോട് ആ വിധത്തിൽ കട്ട് ചെയ്തെടുത്താണ് സന്യാസി വര്യന്മാർ പണ്ടുകാലം മുതലേ ഉപയോഗിച്ച് പോന്നിരുന്നത്. ശരിക്കും ഇത് ആഫ്രിക്കയിൽ നിന്നും വന്നിട്ടുള്ള ഒരു മരമാണ്. കമണ്ടലു മരം എന്നും ഇതിനെ പറയും. കമണ്ടലു ഉണ്ടാക്കുന്ന കായ ഉണ്ടാവുന്ന മരമായതുകൊണ്ട്. സത്യം പറഞ്ഞാൽ ആഫ്രിക്കയിൽ ഇത് കേട്ടിട്ടുള്ളത് ഇതിൻ്റെ കായ ബിയർ, അതേപോലെ ജ്യൂസ്, വൈൻ ഒക്കെ ഉണ്ടാക്കുന്നതിന് ഉപയോഗിക്കും എന്ന് കേട്ടിട്ടുണ്ട്. നമ്മുടെ നോർത്ത് ഇന്ത്യയിലും അതുപോലെ തന്നെ നമ്മുടെ കാലാവസ്ഥയിലും ഇത് അവിടെ ഇവിടങ്ങളിലായിട്ട് നല്ലവണ്ണം കാഴ്ച നിൽക്കുന്നു കണ്ടിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ വീടിനടുത്തുള്ള റീജൻസി ക്ലബ്ബാണ്. ഈ റീജൻസി ക്ലബ്ബിൽ പണ്ട് മുതലുള്ള ഒരു മരമാണ്. ചെറിയൊരു മരമാണ്. ഒരു തറയുണ്ട്. ഈ തറയുടെ അടിയിൽ ഒരു ബുദ്ധനൊക്കെ ഉണ്ടായിരുന്നു. ശ്രീ ബുദ്ധൻ്റെ ഒരു പ്രതിമ ഉണ്ടായിരുന്നു. അത് മാറ്റിയെന്നാണ് ഇപ്പോൾ കണ്ട. അത് നല്ല കായഫലം, മുകളിലൊക്കെ കായകളുണ്ട്. ചെറിയ മരമാണെങ്കിലും പൂക്കൾ കാണാം. ഇതിൻ്റെ തടിയിലൊക്കെ പൂക്കൾ വിരിഞ്ഞ് ഇതുണ്ടാവാം. എല്ലാ പൂക്കളും വിരിഞ്ഞ് ഉണ്ടാവുന്നില്ല. എന്നിരുന്നാലും ഈ തായ്തടിയിൽ തന്നെയാണ് ഇത് ഉണ്ടായി നിൽക്കുന്നത് അധികം. അടിയിലൊക്കെ ഉണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ. പക്ഷെ ഇപ്പോൾ ഇത് ഒരുവിധം എല്ലാ സീസണിൽ വന്നാലും ഇതുമ്മേ കായ ഉണ്ടാവും കേട്ടോ. അങ്ങനെ പ്രത്യേക സീസണൊന്നുമില്ല. നമ്മുടെ അവിടെ അതിങ്ങനെ ഭംഗിക്ക് അത്രേ ഉള്ളൂ.